PYQs ചെയ്യാട്ടോ. വാട്ട് എവർ ക്വസ്റ്റ്യൻസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് പ്രീവിയസ് പ്രിലിമിനറി UPSC ക്വസ്റ്റ്യൻസ് കേട്ടോ. അല്ലാതെ നമ്മൾ റാൻഡം പിക്ക് ചെയ്തിട്ടുള്ളതല്ല. നിങ്ങൾക്ക് അപ്പൊ UPSC ക്വസ്റ്റ്യൻസ് പ്രിലിമിനറിയുടെ ഒരു ഐഡിയ കിട്ടലും കൂടിയാണ്. മേ ബി ഇത് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ നിങ്ങൾ ഇത് സോൾവ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ബട്ട് യു ഷുഡ് ബി ഗെറ്റ് ഫെമിലിയറൈസ് വിത്ത് വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ആസ്കിങ് ഫ്രം വാട്ട് വി ഡിസ്കസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ UPSC ഫ്രെയിം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണം. അപ്പോ ഈ എക്കണോമിക്സ് അല്ലെങ്കിൽ വേറെ ഏതൊരു സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോഴും നമ്മൾ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്ത് പഠിപ്പിച്ചോ പഠിപ്പിച്ചതെല്ലാം അല്ല വരാ, പഠിപ്പിച്ചതും വരും, അതിന് പുറമെ പലതും വരും. അല്ലെങ്കിൽ UPSCയുടെ പ്രത്യേകത എന്താ? നമ്മൾ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വളർത്താനാണോ തളർത്താനാണോ? UPSCക്ക് താല്പര്യം തളർത്താനായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു എക്സാമിന്റെ ചെറിയ ചെറിയ മാറ്റം കൊണ്ടുവരുന്നത് എന്തിനാ? ഈ ഏതെങ്കിലും ഒരു ട്രെൻഡിലാണ് UPSC പരീക്ഷ നടത്തുന്നതെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പിക്കപ്പ് ചെയ്യും, ആ തരത്തിൽ നിങ്ങളെ ട്രെയിൻ ചെയ്യും. കറക്റ്റ് അല്ലേ? അപ്പൊ ആ ഒരു ട്രെൻഡ് ഒഴിവാക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യും? ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും. ഇപ്പൊ എക്കണോമിക്സ് ആണെങ്കിലും വേറെ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാൻ പറ്റുള്ളൂ. ആ പഠിച്ച നോളജ് വെച്ച് കുറച്ചും കൂടി എന്ത് ചോദിക്കും? അഡ്വാൻസ്ഡോ വേരിയേഷനൊക്കെ UPSC ചോദിക്കും. പക്ഷെ നമുക്ക് അറിയാവുന്ന നോളജ് വെച്ച് കുറെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ചോദ്യം നമ്മൾ നോക്കാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഇത് ഞാൻ അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ വളരെ എവിഡന്റ് ആയിട്ട് സ്ലൈഡിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യമേ പറയാം, ഇത്തരത്തിലുള്ള പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് UPSC റീസെന്റ് ഡേയ്സിൽ കുറയാണ് കേട്ടോ. ഇതിന് പകരം അവർ 1 pairs ഓൺലി, 2 pairs ഓൺലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ഏറ്റവും ആദ്യം തന്നെ ഞാൻ അത് ഇടണ്ടെന്ന് വെച്ചിട്ടാ. അപ്പൊ അത്തരം ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടില്ല. യു ക്യാൻ ഈസിലി സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഡിമാൻഡിനെയും സപ്ലൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന 8 ഫാക്ടേഴ്സ് പഠിപ്പിച്ചിരുന്നു. അത് വെച്ച് ഈസിലി യു ക്യാൻ ക്രാക്ക് ദിസ് ക്വസ്റ്റ്യൻ. വായിക്കുന്നതിൽ ഏതെങ്കിലും ഓപ്ഷൻ ശരിയല്ല എന്ന് തോന്നുമ്പോൾ ABCDയിലേക്ക് പോയിട്ട് അതുള്ളത് എലിമിനേറ്റ് ചെയ്ത് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അതർ തിങ്സ് റിമൈനിങ് അൺചേഞ്ച്ഡ്, മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ ഗുഡ് മൈറ്റ് ഇൻക്രീസ്. വീണ്ടും ശ്രദ്ധിക്കുക, അവിടെ സ്പെസിഫിക്കലി അവരെന്താന്ന് പറഞ്ഞിട്ടുള്ളത്? താഴെ പറയുന്നതിൽ എന്ത് ചെയ്താലാണ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാന്നാണ് ചോദ്യം. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാന്നാണ് ചോദ്യം. ഓരോരോ ഓപ്ഷൻസ് വായിക്കുക. ഇതിൽ എന്തെങ്കിലും വായിക്കുമ്പോൾ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എന്ന് നോക്ക്. ഫോർത്ത് ഓപ്ഷൻ എടുക്കുക. ഇതിൽ ഫോർത്ത് വൺ എടുക്കുക. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ്സ് പ്രൈസ് ഫോൾസ് അല്ലെ. ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് കുറയുന്നതിനാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക എന്നൊക്കെ പറയാ. ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴല്ലേ കൂടുതൽ ഡിമാൻഡ് ചെയ്യാറ്. ഇപ്പൊ നിർബന്ധമായിട്ട് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷനിലേക്ക് പോ. ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? 4 എന്തായാലും ശരിയാ. ദിസ് കണ്ടെയ്ൻ ഫോർ, ദിസ് കണ്ടെയ്ൻ ഫോർ, ദിസ് കണ്ടെയ്ൻ ഫോർ, ദിസ് ഡസൻ കണ്ടെയ്ൻ ഫോർ. ഇത് ഞാൻ 1, 2, 3, 4 എന്ന് എഴുതിയിട്ടുള്ളൂ. ഇത് എന്തായിരിക്കും? ABCD എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ ഓപ്ഷൻ. ഓക്കെ ആണോ? ടെക്നിക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് 4 ശരിയാണ്. അപ്പൊ 4 ഇല്ലാത്തത് എന്തായിരിക്കും? തെറ്റായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. The demand for a good might increase if the good is an inferior good and income of the consumer is increases. വ്യക്തമായിട്ട് ഡെഫിനിഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇൻഫീരിയർ ഗുഡിന്റെ ഡെഫിനിഷൻ ശരിയാണോ തെറ്റാണോ? ആലോചിച്ച് ഉത്തരം പറയൂ കേട്ടോ. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന ഗുഡ്സിനെയാണ് എന്തെന്ന് പേര് പറയാ? ഇൻഫീരിയർ ഗുഡ്സ്. ശരിയല്ലേ? ഇൻഫീരിയർ ഗുഡ്സിന് എക്സാമ്പിൾ എന്താ? പബ്ലിക് ട്രാൻസ്പോർട്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് കാശ് കൂടും തോറും നമ്മൾ എന്ത് ചെയ്യും? 2 വീലർ മേടിക്കും, കാറ് മേടിക്കും, അങ്ങനെ മുകളിലേക്ക് പോലെ. ദി സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സെൽഫ് ഈസ് റോങ്. ഓക്കെ ആണോ? പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ റിവൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? അപ്പൊ 3 എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി റോങ്. ഇതിനർത്ഥം നിങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റും അറിയണമെന്ന് നിർബന്ധം ഉണ്ടോ? 3 റോങ് ആണെങ്കിൽ 3 ഓപ്ഷൻസ് എലിമിനേറ്റ്. വിച്ച് ഈസ് ദി റൈറ്റ് വൺ? ദി അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ഐ ഡിഡ്ന്റ് ഈവൻ ഗോൺ ത്രൂ. ഓക്കെ ആണോ? ഐ ഡിഡ്ന്റ് ഈവൻ ഗോൺ ത്രൂ 1 and 2. ഓക്കെ ആണോ? ഇതുവരെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ നോളജ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക. നമുക്കറിയാം ഇതിലെന്താ. ചിലപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്.
ഞാൻ എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക, എന്നാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ബാക്കി 2 അറിയാലോ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷനിൽ കുറെയൊക്കെ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ്. ചിലപ്പോൾ UPSC തരുന്ന 4 സ്റ്റേറ്റ്മെന്റും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും പഠിപ്പിക്കാൻ പറ്റില്ല. എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, എവറിത്തിങ് ഈസ് എ വാസ്റ്റ് സബ്ജക്ട്. നമ്മൾ ഈ 10 മാസത്തിന്റെ ഉള്ളിൽ ഈ എല്ലാത്തിന്റെ ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണോ? ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും കവർ ചെയ്യുക ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് വാട്ട് എവർ വി നീഡഡ്. ബാക്കി നമുക്ക് ആ അറിയുന്ന അറിവ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രിലിംസും ക്രാക്ക് ചെയ്യണം, മെയിൻസും ക്രാക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി, നിങ്ങൾക്ക് അറിയാവുന്ന നോളജ് വെച്ച് ഈ 2 സ്റ്റേറ്റ്മെന്റ് യു ക്യാൻ ഡീൽ. ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ടാണ് കേട്ടോ ഒരു ക്വസ്റ്റ്യനിൽ ഇത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന നോളജ് വെച്ച് യു ക്യാൻ വർക്ക് അപ്പോൺ സ്റ്റേറ്റ്മെന്റ് 3 and 4 ഈവൻ യു ഡോണ്ട് ഹാവ് എനി എവിഡൻസ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലായി, 2 തെറ്റാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി, 1 ശരിയാണെന്നും മനസ്സിലായി. ഓക്കെ ആണോ? ശരി, ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ, ഈ സബ്സ്റ്റിറ്റ്യൂട്ടും കോംപ്ലിമെന്റും എന്താണ്? അത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് മോളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സ്ലൈഡിൽ ഉണ്ട് ഓൾറെഡി. നമ്മൾ എടുത്തിട്ടില്ലേ സബ്സ്റ്റിറ്റ്യൂട്ടും കോംപ്ലിമെന്റും ഒക്കെ? ഒരു തവണ ഒന്ന് റിവൈസ് ചെയ്യൂട്ടോ, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നീട്. ഇതിൽ നേരിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഞാൻ ഓൾറെഡി എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് പിക്കപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ടൈമിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഇതെന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, ആ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ മുന്നിലുള്ളതിൽ നിന്ന് നമ്മൾ തന്നെ ട്രൈ ചെയ്യാന്നുള്ളത്. ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടൈമിനെ വേറൊരു ടൈം ഡിവൈഡ് ചെയ്യുന്നതിനെയല്ലേ നമ്മൾ റേഷ്യോ എന്ന് പറയാ. അപ്പൊ എന്തായിരിക്കും ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ? COR എന്തായിരിക്കും? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ക്യാപിറ്റൽ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇത് ഞാൻ എടുക്കാത്തതല്ല, ഞാൻ ഇതിനു വേണ്ടി കീപ്പ് ചെയ്തതാ. ഒരു അറിയാത്തത് വന്നാൽ നമ്മൾ അതിലെങ്ങനെ വർക്ക് ചെയ്യണമെന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്. എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് പറയും? ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഉത്തരം. ഞാനപ്പോ അതിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് അറിയാത്തൊരു ചോദ്യമാണ്. അറ്റ് പ്രസന്റ് ഇത് എന്താണെന്ന് അറിയില്ലല്ലോ. അതെങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കേപ്പബിൾ ആക്കുന്നു എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഡിസ്കഷൻ. ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട് റേഷ്യോ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. എന്തായിരിക്കും ഇതിന്റെ മീനിങ്? ഇനി ഇക്വേഷന് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യും. ന്യൂമറേറ്ററില് ക്യാപിറ്റൽ ഉണ്ട്, ഡിനോമിനേറ്ററില് ഔട്ട്പുട്ട് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ എത്രത്തോളം ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യണം, ഇതല്ലേ ഇതിന്റെ മീനിങ്. എന്തേലും പ്രശ്നമുണ്ടോ? ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് നമുക്ക് അറിയാവുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കാറ്, പെൻസിൽ, എന്ത് വേണമെങ്കിലും പേര് കൊടുത്തു. ഇവിടെ നോക്കുക കേട്ടോ. അപ്പൊ എന്താണ് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് നോക്കിയ മക്കളെ? ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മീനിങ് ഈസ് വെരി സിമ്പിൾ. ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട്, ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണ് കാറ്. ഒരു പർട്ടിക്കുലർ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എത്രത്തോളം ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നു എന്നാണ് ഈ ഫോർമുല റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞോളൂ. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ ഹൈ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ആലോചിച്ച് ഉത്തരം പറഞ്ഞോളൂ കേട്ടോ എന്നോട്. ക്യാപിറ്റൽ കൂടുതലും ഔട്ട്പുട്ട് കുറവും എന്ന് വെച്ചാൽ എന്താ? ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റ്. ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്യാപിറ്റൽ ഉപയോഗിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ഒരുപാട് ക്യാപിറ്റൽ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? കാറിന്റെ വില കൂടും. പ്രൊഡക്റ്റീവ് ആണോ ആ പ്രോസസ്സ്? അല്ല. ഈ ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട് റേഷ്യോയുടെ വാല്യൂ ലെസ് ദാൻ 1 അല്ലെങ്കിൽ ലെസ് ആണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അതിന്റെ മീനിങ് എന്ന് പറയുന്നത്? നിങ്ങളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എഫിഷ്യന്റ് ആണ്. എന്താ കാരണം? ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് ക്യാപിറ്റൽ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് എഫിഷ്യൻസി എന്ന് പറയുന്ന വാക്ക്. ശരിയല്ലേ? ഇപ്പൊ ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട് റേഷ്യോ ലോ ആണെങ്കിൽ ഇറ്റ് ഷോസ് എഫിഷ്യൻസി ഇൻ എൻ എക്കണോമി. ഹൈ ആണെങ്കിലോ ലെസ് എഫിഷ്യന്റ് ഇൻ എൻ എക്കണോമി. എളുപ്പല്ലേ? അറിയാത്ത ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇന്റർപ്രിട്ടേഷൻ കിട്ടുന്നില്ല. ദിസ് ഷുഡ് ബി അവർ കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ. ഇനി ചോദ്യം വായിക്കും. Now just go through the question. What is the question? Despite being a high saving economy, saving നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ പഠിച്ചിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ്, 3 ടൈമുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ ഇതൊക്കെ പഠിക്കുന്ന ആദ്യത്തെ ചാപ്റ്റർ എല്ലാ ചാപ്റ്ററുകളും ഉപയോഗിക്കാനുള്ള ബേസിക് കാര്യങ്ങളാണ് കേട്ടോ. Despite being a high saving economy, capital formation may not result in significant increase in output ഡ്യൂ ടു. എന്താണ് ഇതിന്റെ അർത്ഥം?
നമ്മുടെ എക്കണോമിയിൽ എന്തുണ്ട്? നമ്മളെ പോലുള്ള ആളുകൾ ഒരുപാട് പൈസ സേവ് ചെയ്യുന്നുണ്ട്. നമ്മൾ സേവ് ചെയ്യുന്ന പൈസയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് എന്താക്കി മാറ്റുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി? ക്യാപിറ്റൽ ഫോർമേഷൻ. ഇതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്? ആ ക്യാപിറ്റൽ ഫോർമേഷൻ ഒക്കെ നമ്മുടെ എക്കണോമിയിൽ നടത്തിയാലും കാര്യമായിട്ട് ഔട്ട്പുട്ട് എക്കണോമിയിൽ ഉണ്ടാവുന്നില്ല. എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും കാരണം? ക്യാപിറ്റലൊക്കെ അനാവശ്യമായിട്ട് ചെലവായി പോവാണ്. അല്ലെങ്കിൽ ഹൈ ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? എക്കണോമിയിൽ ഒരുപാട് ക്യാപിറ്റൽ ഉണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എഫിഷ്യന്റ് അല്ല എന്ന് വിചാരിക്കുക. എഫിഷ്യന്റ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ നമ്മൾ ഒരുപാട് ക്യാപിറ്റൽ അനാവശ്യമായിട്ട് ചെലവാക്കാണ്. അതിനെയാണ് എന്തെന്ന് പേര് പറയാ? ഹൈ ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട് റേഷ്യോ. ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടെങ്കിലും സഫിഷ്യന്റ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ സിറ്റുവേഷൻ ആണ് എന്ത് എന്ന് പറയുന്നത്? ലെസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത് ഞാൻ കുറച്ച് നമ്പറുകൾ വെച്ച് ഒന്നും കൂടി പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി. നമ്മളൊരു എക്കണോമി, ഇന്ത്യ എന്ന് പറയുന്ന ഒരു എക്കണോമി കൺസിഡർ ചെയ്യാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? ഈ എക്കണോമിയിൽ ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചെലവ് എന്ന് പറയുന്നത് ഒരു 50 രൂപയാണെന്ന് വിചാരിക്കുക. ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചെലവ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ഓക്കെ ആണല്ലോ? ഈ എക്കണോമിയുടെ ക്യാപിറ്റൽ, ഈ എക്കണോമിയിലുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് 400 രൂപയാണെങ്കിൽ how many cars we can produce? സിമ്പിൾ മാത്സ് അല്ലെ? 400 divided by 50 equal to 8 cars. ഓക്കെ ആണല്ലോ? അഗെയിൻ നമ്മുടെ എക്കണോമിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 400 തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്തു. നൗ ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എൻ്റെ ചെലവ് എന്ന് പറയുന്നത് ₹40 ആണ്. ഹൗ മെനി കാർസ് ക്യാൻ ഐ പ്രൊഡ്യൂസ് വിത്ത് ദി സെയിം ക്യാപിറ്റൽ? ഓർ അതിന്റെ നേരെ വേണമെങ്കിൽ എന്തെന്ന് ഉപയോഗിക്കാം? ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ നേരെ എനിക്ക് വേണമെങ്കിൽ എന്തെന്ന് ഉപയോഗിക്കാം? ഓക്കെ ആണോ? എക്കണോമിയിലുള്ള സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷൻ മാറിയിട്ടുണ്ടോ? എഗെയിൻ എത്ര തന്നെയാണ്? 400 തന്നെയാണ്. പക്ഷെ പുതിയ സിറ്റുവേഷനിൽ ഹൗ മെനി കാർസ് ക്യാൻ ഐ പ്രൊഡ്യൂസ്? 10 കാർസ്. 400 ഡിവൈഡഡ് ബൈ. ഇവിടെ എന്താണ്? ഇനി ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിലാവും. നോക്കിയേ. Despite being a high saving economy, capital formation may not result in significant increase in output. ഫസ്റ്റ് സിറ്റുവേഷനോട് കമ്പയർ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എത്ര കാറാ? 8 കാറ്. സെക്കൻഡ് സിറ്റുവേഷനിൽ എത്ര കാറാ? 10 കാറ്. ഔട്ട്പുട്ട് കൂടാണോ ചെയ്തത് കുറയാണോ ചെയ്തത്? ഔട്ട്പുട്ട് കൂടി. നമ്മുടെ സേവിങ്സിൽ മാറ്റണ്ടോ? ക്യാപിറ്റലിൽ മാറ്റണ്ടോ? ഇൻവെസ്റ്റ്മെന്റിൽ മാറ്റണ്ടോ? പക്ഷെ ഔട്ട്പുട്ട് കൂടി. എപ്പോഴാ ഔട്ട്പുട്ട് കൂടിയേ? ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ചെലവ് നമ്മൾ കുറച്ചപ്പോ അല്ലെ? അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പാരാമീറ്ററിനെയാണ് എന്തെന്ന് പേര് പറയാ? ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട് റേഷ്യോ. അപ്പൊ ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട് റേഷ്യോയുടെ വാല്യൂ കുറവാണെങ്കിൽ അത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എക്കണോമി അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്കണോമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹൈ ആണെങ്കിലോ വെരി വെരി പുവർ എക്കണോമി അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് റെപ്രസെന്റ്. ക്ലാരിറ്റി കിട്ടിയില്ലേ? നമ്മൾ വെറുതെ ഇതിന്റെ ഡെഫിനേഷൻ പഠിക്കുന്നതിനേക്കാളും മീനിങ് ഫുൾ അല്ലേ ഈ ക്വസ്റ്റ്യനിലൂടെ പഠിച്ചപ്പോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. ഇത് അതിന്റെ ഡെഫിനേഷൻ ഞാൻ ജസ്റ്റ് കൊടുത്തതാണ് കേട്ടോ. നമ്മൾ ഇത് വേറെ സ്ലൈഡിൽ എവിടെയും പഠിപ്പിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. വായിക്കാം കേട്ടോ. ചോദിക്ക്. ഏതാ? ഉറപ്പില്ലല്ലോ. വീക്ക് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് പ്രൊഡക്ഷനെ നടക്കാതിരിക്കാലോ. ഇപ്പൊ മ്യാൻമർ എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ കീഴിലായിരുന്നു. ഇപ്പൊ അവിടെ എന്ത് വന്നു? മിലിറ്ററി റൂളാണ്. ഒബ്വിയസ്ലി കമ്പനികളൊക്കെ അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് പോവുള്ളൂ. പലരും അവിടെ പ്രൊഡക്ഷൻ നടത്തണമെന്ന് ഉറപ്പില്ല. നമ്മൾ ഇതിൽ പറയുന്നതിൽ ഏറ്റവും പ്രോബബിലിറ്റി കൂടുതലുള്ളതാണ്. നീ ആ ഒരു ചിന്താഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാന്ന് തോന്നും. വായിച്ചു നോക്കിയേ. ഇലിറ്ററസി ആണെങ്കിൽ ആ നാട്ടിൽ എന്തായിരിക്കും? വീക്ക് ടെക്നോളജി ആയിരിക്കും ഉപയോഗിക്കുക. വീക്ക് ടെക്നോളജി ആണെങ്കിൽ എന്തുണ്ടാവും? പ്രൊഡക്ഷന്റെ ക്വാളിറ്റി കുറവായിരിക്കും. ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? ആരും മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും ഓവർ സൈസ്ഡ് വർക്കിംഗ് എന്ന് നമ്മൾ പറയും. ഈ എല്ലാ സിറ്റുവേഷനും കറക്റ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ കൂട്ടത്തിലെ ഏറ്റവും എക്കണോമിക്കലി മീനിങ് ഫുൾ ആയിട്ടുള്ളത് ഏതാണ്? ഓക്കെ അല്ലേ? ഇതാണ് UPSCയുടെ പ്രത്യേകത. എല്ലാ ഓപ്ഷനും നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു. പക്ഷെ എക്കണോമി അടിച്ചാൽ നമുക്കറിയാം കൂട്ടത്തിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താ? 4th വൺ അല്ല ഒബ്വിയസ്ലി. ബാക്കിയുള്ളതെല്ലാം പ്രോബബിലിറ്റിയാ.
അത് വന്ന പ്രൊഡക്ഷൻ അവിടെ നടക്കില്ലായിരിക്കാം. ഡി ആണെങ്കിൽ അതിൽ ഇനി വേറൊരു ഡിസ്കഷൻ ഇല്ലല്ലോ. ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്തായാലും എന്തായിരിക്കും, പ്രൊഡക്ഷൻ മോശമായിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇത് ചോദ്യം നേരിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടില്ല. ഞാൻ ഇതിനൊന്ന് പേര് മാറ്റി എഴുതാൻ പോവാ. നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ടിവിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് റിയൽ സെക്ടർ ഇൻ ദി എക്കണോമി? കേട്ടിട്ടില്ലല്ലോ. ആ റിയൽ സെക്ടറിന്റെ ഡെഫിനിഷൻ ഞാൻ അവിടെ എഴുതാൻ പോവാ. റിയൽ സെക്ടർ ഈസ് പ്രൈമറി സെക്ടർ പ്ലസ് സെക്കൻഡറി സെക്ടർ. ടെർഷറിന്ന് എന്തെന്ന് പേര് വിളിക്കും? സർവീസ് സെക്ടർ. ഇനി ആ ഉത്തരം ആൻസർ ചെയ്ത റിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും വിളിക്കുന്ന പേരാണ് റിയൽ സെക്ടർ. ചോദ്യം എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞ പാറ്റേൺ അല്ലെ. താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് പ്രൈമറിയും സെക്കൻഡറിയും? ഓപ്ഷനിലൂടെ പോവാ. ഒന്നല്ലെങ്കിൽ എന്താ, പ്രൈമറി സെക്കൻഡറി അല്ലാത്ത ടെർഷറി അല്ലെങ്കിൽ സർവീസ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതിവിടെ എലിമിനേറ്റ് ചെയ്യുക, ഉത്തരത്തിലേക്ക് എത്തും. അല്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറി മാത്രം പിക്ക് ചെയ്തിട്ട് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഓപ്ഷൻസിൽ. ചെയ്ത് ഇതൊക്കെ നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യം. എക്കണോമി എളുപ്പല്ലേ? പഠിച്ചത് സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് റിയാലിറ്റി. എക്കണോമിക്ക് പഠിച്ച ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? എന്തായിരിക്കും ഉത്തരം? വെരി വെരി സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് ഓരോന്നായിട്ട്. ഫാർമേഴ്സ് ഹാർവെസ്റ്റിംഗ് ദെയർ ക്രോപ്പ് എന്താ? പ്രൈമറി. ഒന്നിന്റെ മുകളിൽ വട്ടിട്ടോട്ടെ, പ്രൈമറി അല്ലെ. ടെക്സ്റ്റൈൽ മിൽസ് കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽ എന്താ? സെക്കൻഡറി. എ കൊമേഴ്ഷ്യൽ ബാങ്ക് ലെൻഡിങ് മണി ടു എ ട്രേഡിംഗ് കമ്പനി എന്താ? ടെർഷറി അല്ലെങ്കിൽ സർവീസ് സെക്ടർ. കറക്റ്റ് അല്ലേ? എ കോർപ്പറേറ്റ് ബോഡി ഇഷ്യൂവിംഗ് റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്. ഭാവിയിൽ പഠിക്കും ബോണ്ട് എന്നൊക്കെ പറഞ്ഞു. ബോണ്ട് എന്നൊക്കെ പറയുന്നത് കടമെടുക്കുന്നതാണ്. കടമെടുക്കുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സർവീസ് സെക്ടർ. അപ്പൊ അതും എന്തെന്നെയാണ്? ടെർഷറി. അപ്പോ പ്രൈമറിയും സെക്കൻഡറിയും, ദാറ്റ് ഈസ് റിയൽ സെക്ടർ വരുന്നത് ഏതൊക്കെ ഓപ്ഷൻസ് ആണ്? ഇനി ഇതൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് റിവേഴ്സ് പരിപാടിയിലേക്ക് പോവാം. ഇതെന്തായാലും അല്ലാന്ന് ഉറപ്പല്ലേ? ഇങ്ങനെ കാര്യം നിങ്ങൾക്ക് അറിയില്ല, 4ന്റെ കാര്യം അറിയില്ല, അവിടെ നിൽക്കട്ടെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ. 3 കൊമേഴ്ഷ്യൽ ബാങ്ക് ലെൻഡിങ് മണി ടു എ. ബാങ്കിങ് എന്ന് പറയുന്നത് ടെർഷറി എന്ന് നമ്മൾ ഭംഗിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ 3 എന്ന് പറയുന്നത് എന്തായാലും എന്തിൽ വരില്ല? റിയൽ സെക്ടറിൽ വരില്ല. നോക്കിയേ, ആദ്യമേ പറയാ, ഈ ഒരു പ്രിവിലേജ് ഇപ്പോഴത്തെ UPSC പ്രിലിംസിൽ ഇല്ലാട്ടാ. ഈ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞാണ് വരും. ഇപ്പൊ 3 തെറ്റാണെങ്കിൽ നോക്കിയ മക്കളെ, ഓക്കെ ആണോ? നിങ്ങൾക്ക് ബാക്കി 3 സ്റ്റേറ്റ്മെന്റിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഉത്തരം കിട്ടി. മനസ്സിലായോ? അടിപൊളിയല്ലേ പരിപാടി? റീസെന്റ് ഡേയ്സിൽ ഇത് മാറുന്നു. എങ്ങനെ ഈ ഓപ്ഷൻസ് ഇപ്പൊ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ABCD എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയായിരിക്കും ഓപ്ഷൻ. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതിനാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണേ. അല്ലാതെ എന്തേലും പഠിച്ചിട്ട് കാര്യമില്ല. ചോദ്യങ്ങൾ വരുന്നതിനനുസരിച്ച് യു ഷുഡ് ചേഞ്ച് യുവർ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ഇതിലെന്തായിരിക്കും ഉത്തരം? ഇന്നത്തെ സമയത്ത് ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിന് ഉത്തരം എഴുതണമെങ്കിൽ എലിമിനേഷൻ നടക്കില്ല. 4 സ്റ്റേറ്റ്മെന്റിലും ഈ 4 എണ്ണത്തിൽ ഏതൊക്കെ ശരിയാന്ന് അറിയണം, ഏതൊക്കെ തെറ്റാന്ന് അറിയണം. ഇത് 2 തെറ്റാ, ഇത് 2 ശരിയാ. അപ്പൊ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി, 2 പെയേഴ്സ് ഓൺലി. ഓക്കെ ആണോ? 2 പെയേഴ്സ്. മനസ്സിലായോ? ചേഞ്ച്ഡ് ഡിമാൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത്രേ UPSC ചെയ്യുന്നുള്ളൂ. ഇതിന് തന്നെ ആദ്യത്തെ കാര്യം മനസ്സിലായി. പഠിക്കാനുള്ള കാര്യം മാറിയിട്ടുണ്ടോ? എല്ലാരും പറയും എല്ലാം ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ട്. പഠിക്കാനുള്ള കണ്ടന്റ് ആണോ UPSC ഇവിടെ മാറ്റിയിട്ടുള്ളത്? അല്ല. എന്താണ്? ചോദ്യം ചോദിക്കുന്ന രീതി മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളിൽ കുഴപ്പമൊന്നുമില്ല. പഠിക്കുന്നത് ഒന്നും കൂടി മനസ്സിലാക്കി പഠിക്കണം എന്ന് മാത്രം. ഇവിടെ നിങ്ങൾക്ക് 1ഓ 2ഓ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ യു ക്യാൻ ആൻസർ ദി ക്വസ്റ്റ്യൻ. ഇപ്പോഴാണെങ്കിലോ 4 സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചും ക്ലാരിറ്റി വേണം. അപ്പൊ അതിന് എന്തേ വേണ്ടു? പഠിക്കാനുള്ളത് ഒരേ കാര്യം തന്നെയാണ്, പക്ഷെ പഠിക്കുന്നത് മനസ്സിലാക്കി ക്ലാരിറ്റിയിൽ റിവിഷൻ ചെയ്ത് പഠിക്കണം. അത്രേ UPSCക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ വേറൊന്നും UPSC മാറ്റി, സിലബസ് മാറ്റിയിട്ടോ കണ്ടന്റ് മാറ്റിയിട്ടോ ഒന്നും ചെയ്ത്, ഈവൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലും മാറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അവര് സ്ഥിരം ചോദിക്കുന്ന ടോപ്പിക്കുകൾ പോലും മാറ്റിയിട്ടില്ല.
എന്താ മാറ്റിയിട്ടുള്ളത്? ആൻസർ ഫ്രെയിം ചെയ്യുന്ന രീതി മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ. ബുദ്ധിമുട്ടാണോ? അല്ല. ബട്ട് യു ഷുഡ് ഡു മോർ ആൻഡ് മോർ റിവിഷൻ. ദാറ്റ് വിൽ ഗീവ് യു മോർ ക്ലാരിറ്റി ഓൺ ദി ടോപ്പിക്. അത്രയേ ഉള്ളൂ കേട്ടോ കഥ.